പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റവപ്പുട്ടിൻ്റെ കൂട്ടത്തിൽ കണയൻ മീൻ വാഴക്കിട്ട് വെച്ച കറിയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ കണയൻ കറി ഉണ്ടാക്കുകയാണ്. ചൂടായ ചട്ടിയിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ 1/2 സ്പൂണ് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് ഒരു സവാള മുറിച്ചതിലിട്ടു. സവാള കുറച്ച് വഴലട്ടെ. സവാള വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെള്ളുള്ളിയും മുറിച്ച് വെച്ചത് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു വലിയ വാഴക്കായ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല മൂത്ത വാഴക്കായാണ്, അത് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുക. മുളക് പൊടി ചേർക്കുക. മീൻകറിയാണേ, അപ്പം മുളക് പൊടി അതിനനുസരിച്ച് ചേർക്കുക. മഞ്ഞൾപ്പൊടി മുളക് പൊടി എണ്ണയിൽ കിടന്നൊന്ന് മൂത്തു. മല്ലിപ്പൊടി ചേർക്കണം. ഇതിലേക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള മല്ലിപ്പൊടി ചേർക്കുക. ഒരു സ്പൂൺ ഇറച്ചി മസാല ചേർക്കുക. ഇറച്ചി മസാലയാണ്, അത് ചേർക്കുക. മസാലയൊക്കെ മൂത്തതിന് ശേഷം 3 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കാണ്. ചെറിയ തക്കാളിയാണേ, 3 എണ്ണം. തക്കാളീൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടേ. ഇതിലേക്ക് ഇനി പാകത്തിന് വെള്ളം ഒഴിക്കുക. ഇത് അടച്ച് വെക്കാം കേട്ടോ, തിളക്കട്ടെ. കണയൻ മീൻ നന്നാക്കിയതാണ്. അതിൻ്റെ പുറത്തുള്ള മുള്ളൊക്കെ കളഞ്ഞ് തലയെടുത്തിട്ടുണ്ട്. തലയൊക്കെ ചെകിളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ്. വാലിൻ്റെ മുകളിൽ നീളത്തിലുള്ള മുള്ളില്ലേ, അതെല്ലാം കളഞ്ഞു. കണയൻ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതിന് കണയൻ എന്നാണേ പറയുക. ഈ മീന് കറി തുറന്നു നോക്കാം. വാഴയ്ക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പുളി ചേർക്കാം. ആവശ്യത്തിന് പുളി ചേർക്കുക. പുളീൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, എത്രയാണോ വേണ്ടത് അത്ര ചേർക്കുക. പുളി ചേർത്തതിന് ശേഷം ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ഇനി മീൻ ചേർക്കണേ. ഗ്രേവി അധികം വേണ്ടെന്നാണെങ്കിൽ ഇത് തന്നെ ധാരാളമാണേ. പുട്ടായതുകൊണ്ടേ കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കാണ്. ഇത് മീനും കൂടെ വെന്ത് കഴിയുമ്പോഴേക്കും വെള്ളം വറ്റും. ചട്ടിയിൽ വെച്ചാൽ എന്തായാലും വെള്ളം വറ്റും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് അടച്ചു വെച്ച് മീൻ വേവിക്കാൻ വയ്ക്കാം.
കറി എന്തായി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിലുള്ള ഈ ഗ്രേവി ഇനിയും കട്ടിയാവും കേട്ടോ. ചട്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്നും കൂടെ കട്ടിയാവും. പുളിയും ഉപ്പൊക്കെ ഇല്ലെന്ന് നോക്കുക, ഇല്ലെങ്കിൽ ചേർക്കുക. ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. എൻ്റെ മക്കളെ, കണയൻ കിടക്കുന്ന കിടപ്പ് കണ്ടാ. ഇപ്പം തന്നെ വറ്റി കണ്ടോ, ഗ്രേവിയൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മളെ അടിപൊളി കണയൻ വാഴയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട്. കണയൻ വാഴയ്ക്കിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. റവപ്പുട്ടിൻ്റെ കൂട്ടത്തിലെ മീൻകറി സൂപ്പറാ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ.